നമസ്കാരം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക? വിവരമില്ലാത്ത, ഒട്ടും ബോധമില്ലാത്തവരാണ് ഭരണാധികാരികളെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, അല്ലെ? ഒന്ന് ഓർത്തു നോക്കൂ. നീറ്റ് പരീക്ഷാ വിവാദങ്ങളും അതിനോടനുബന്ധിച്ച് ജെൻസി പ്രക്ഷോഭവും ഒക്കെ കടന്നുപോയി കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും UGC നെറ്റ് ഫലപ്രഖ്യാപനം വന്നു. എന്നിട്ട് എന്താണ്? അവിടെയും വ്യാപകമായ ക്രമക്കേടുകൾ. വിദ്യാഭ്യാസത്തെ ആഭാസമായി മാറ്റുന്ന ഭരണകർത്താക്കൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു വിദ്യാഭ്യാസ മന്ത്രി മാറിയത് കൊണ്ട് മാത്രം ഇവിടുത്തെ സിസ്റ്റം ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യസ്നേഹമെന്നും രാജ്യഭക്തി എന്നും ദേശമെന്നും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്നാകും. ഇവിടുത്തെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇവിടെ യുവാക്കൾ വേണം. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. അവർക്ക് മികച്ച ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾ മറ്റെന്തൊക്കെയാണ് ചെയ്യുന്നത്? പലരും രാജ്യം വിട്ട് ഓടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. NTA എന്താണ് ഇവിടെ ചെയ്യുന്നത്? NTA എന്നൊരു സംരംഭം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? NTA സൈറ്റിൽ കയറിയിട്ട് ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോലും 100 നൂലാമാലകളുണ്ട്. അത്രത്തോളം സുരക്ഷിതമാണ് എന്നാണ് അവരുടെ വാദം. പക്ഷെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ ടെററിസ്റ്റുകളോട് പെരുമാറുന്നത് പോലെയാണ് അവർ പെരുമാറുന്നത്. ഇത്രയൊക്കെ നിങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ പിഴവുകൾ സംഭവിക്കുന്നു? ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ചോദ്യങ്ങൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയും ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. യുവാക്കൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. പഴയതുപോലെ മിണ്ടാതിരുന്നാൽ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടപ്പിലാകില്ല എന്ന് പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. BJP നേതാക്കൾക്കും മനസ്സിലായി. അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യ ദിനത്തിൽ ജൻസികളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നമുക്ക് വിശദമായിട്ട് എന്താണ് സംഭവം എന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ഇഴകേറി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ലോകം വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ഗുരുതരമായ വീഴ്ചകളാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ കഠിനാധ്വാനവും ഉറക്കമൊഴിഞ്ഞ നാളുകളുമാണ് ഓരോ പരീക്ഷാ നടത്തിപ്പിലെയും അനാസ്ഥ മൂലം നിമിഷ നേരം കൊണ്ട് പാഴായി പോകുന്നത്. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അങ്ങേയറ്റം ആശങ്കാജനകമായ അവസ്ഥയിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഏതൊരു വിദ്യാർത്ഥിയുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന വലിയ ആകാംക്ഷയും ഗൗരവവും നിറഞ്ഞ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. നമുക്ക് കൃത്യമായിട്ട് ആഴത്തിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തിടെ നടന്ന നീറ്റ് പരീക്ഷകളിലെ സമാനതകളില്ലാത്ത അട്ടിമറികളും ക്രമക്കേടുകളും രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഉറക്കം കെടുത്തുകയും അവരെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത സംഭവം തന്നെയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അല്ലെ? ആ ആഘാതം പൂർണ്ണമായി മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ UGC നെറ്റ് പരീക്ഷയിലും സമാനമായ ഗുരുതര പിഴവുകൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിലെ പരീക്ഷകൾ അടിയന്തരമായി റദ്ദാക്കി വീണ്ടും നടത്തേണ്ടി വന്നു എന്നത് NTA ഭരണപരമായ പരാജയത്തിന്റെയും കടുത്ത അലംഭാവത്തിന്റെയും എക്കാലത്തെയും ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. അതായത് പരീക്ഷയ്ക്ക് ക്രമക്കേടുകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും പരീക്ഷ നടത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം എത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ചോദ്യപേപ്പറുകളിലെ വസ്തുതാപരമായ തെറ്റുകൾ, ടൈപ്പിംഗ് പിഴവുകൾ, നിലവാരമില്ലാത്ത പരിഭാഷകൾ, വ്യാകരണപരമായ ഗുരുതരമായിട്ടുള്ള അബദ്ധങ്ങൾ, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളുടെ ആവർത്തനം എന്നിവയെല്ലാം ചോദ്യം ചെയ്യുന്നത് മറ്റാരെയുമല്ല, ലക്ഷക്കണക്കിന് യുവാക്കളുടെ തിളക്കമുള്ള ഭാവിയാണ്. ഇതെല്ലാം അവരുടെ ഭാവി സ്വപ്നങ്ങളാണ്. ഒരു ദേശീയ പരീക്ഷാ സംവിധാനം പാലിക്കേണ്ട കുറഞ്ഞ ഉത്തരവാദിത്തം പോലും കാറ്റിൽ പറത്തുന്ന ലാഘവത്തോടെയുള്ള സമീപനമാണ് NTA ഭാഗത്തുനിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ ഒരു NTA? ഇതിന്റെ എല്ലാം ഫലമായി ഡൽഹിയിലെ NTA ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ നടത്തിയ ശക്തമായ പ്രതിഷേധവും ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ച ഉദ്യോഗാർത്ഥികളെ പോലീസും CRPFും ചേർന്ന് കസ്റ്റഡിയിലെടുത്തതും ഭീകരമായ ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കും അവരുടെ ഭാവിക്കും വേണ്ടി തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥി സമൂഹം ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തിനൊക്കെയാണ് ഇനി നമ്മൾ സമരം ചെയ്യേണ്ടി വരിക എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. നീറ്റ് പരീക്ഷാ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന വേളയിൽ തന്നെ NTA ഇനി രാജ്യത്തിന് വേണ്ട എന്ന തരത്തിലുള്ള ശക്തമായ മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളും രാജ്യമെമ്പാടും ഉയർന്നു വന്നിട്ടുമുണ്ട്. എന്നാൽ ഈ ഏജൻസിയെ പിരിച്ചുവിടുകയോ അടിമുടി അഴിച്ചുപണി നടത്തുകയോ ചെയ്യുന്നതിന് പകരം ഓരോ തവണയും വരുത്തി തീർപ്പ് നടപടികളിലൂടെ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
പരീക്ഷാ വീഴ്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി NTA അധികൃതരുമായി യോഗം ചേർന്നതും സമഗ്രമായ ഓഡിറ്റിംഗിന് നിർദ്ദേശം നൽകിയതുമെല്ലാം വെറും കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്ന് വിദ്യാർത്ഥി സംഘടനകളും പൊതുസമൂഹവും ഒരുപോലെ വിലയിരുത്തുന്നുണ്ട്. അതായത് ഈ ഗുരുതരമായ വീഴ്ചകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണല്ലോ. ഇത്തരം വീഴ്ചകൾ വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പരീക്ഷാ പ്രോട്ടോകോൾ കർശനമാക്കുമെന്നുമുള്ള പതിവ് വാഗ്ദാനങ്ങൾ മാത്രം നൽകി തലയൂരാൻ നോക്കുന്ന കേന്ദ്ര സർക്കാർ നയം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷകളും അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷകളും നടത്തുന്ന ഒരു സംവിധാനം ഇങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ഉത്തരവാദികൾക്കെതിരെ കേവലം അന്വേഷണ പ്രഖ്യാപനങ്ങളും വെറും താക്കീതുകളും പോരാതെ വരുന്നു. ലക്ഷക്കണക്കിന് യുവാക്കളുടെ വിലപ്പെട്ട പ്രതീക്ഷകളാണ് ഓരോ അനാസ്ഥയിലൂടെയും ഇവിടെ ക്രൂരമായി തച്ചുടക്കപ്പെടുന്നത്. വിദ്യാഭ്യാസം പൂർണ്ണമായും കച്ചവട ചരക്കാക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള അക്കാദമിക് അരാജകത്വം കൂടിയാകുമ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല ഇന്ന് കടുത്ത തകർച്ചയുടെ വക്കിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് വിദ്യാർത്ഥികൾക്ക് വരെ തോന്നുന്നത്. NTA എന്ന സംവിധാനം ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. അതിനാൽ പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട NTA എത്രയും പെട്ടെന്ന് പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും തയ്യാറായിട്ടില്ല എങ്കിൽ അത് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ ഗുരുതരമായ വിഷയത്തിൽ, അതായത് യുവാക്കളുടെ പ്രശ്നത്തിൽ കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നാളത്തെ ഇന്ത്യയുടെ ഭാവി തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഭരണാധികാരികൾ ഒന്നും ചെയ്യുന്നില്ല. അവർ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ഞങ്ങൾ യോഗം ചേർന്നിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാം, ഞങ്ങൾ നയങ്ങൾ മാറ്റാം, ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം എന്ന് പറയുകയല്ല, അതൊന്നും ചെയ്തിട്ടില്ല. 2-3 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പരീക്ഷയ്ക്ക് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പരീക്ഷ വീണ്ടും നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. എന്നിട്ട് എന്തായി ഉണ്ടായത്? ഒന്ന് നോക്കൂ. അടുത്ത സമീപകാലത്തായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നു. അത്രത്തോളം വലിയ രീതിയിലുള്ള ജൻസി പ്രക്ഷോഭം ഇന്ത്യയിൽ നടന്നു. നേപ്പാളിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ പോലെയുള്ള ഭരണമാറ്റം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള അരാജകത്വം ഒന്നും സംഭവിക്കണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പ്രശ്നം, അതായത് നീറ്റ് പരീക്ഷയിൽ ഉണ്ടായിരുന്ന ക്രമക്കേടുകൾ, 20 കുട്ടികളുടെ മരണം, 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഇത്രത്തോളം വലിയ ക്രമക്കേടുകൾ നടന്നു. വീണ്ടും പരീക്ഷ സംഘടിപ്പിക്കാം എന്ന NTA ഭാഗത്തുനിന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു? വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അത്രത്തോളം മാനസിക സമ്മർദ്ദം അവർക്കുണ്ടായി. ഇതെല്ലാം കണക്കിലെടുത്ത് CJP പാർട്ടിയും വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന് പ്രക്ഷോഭം നടത്തി. ഇതിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പൂക്കിയായിട്ട് ജനങ്ങളോട് സംസാരിക്കേണ്ട അവസ്ഥ വന്നു. വിദ്യാർത്ഥികളോട് സംസാരിക്കേണ്ടി വന്നു. യുവതലമുറയോട് അക്കൗണ്ടബിൾ ആയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് BJP അടക്കമുള്ള പാർട്ടികളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജൻസികളെ മാറ്റി നിർത്താൻ പാടില്ല, അവരെ ചേർത്ത് നിർത്തണം എന്ന കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് BJPക്ക് അറിയാം. എന്നിട്ടും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് അവസ്ഥ? ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, NTA സൈറ്റിൽ കയറി അല്ലെങ്കിൽ UGC നെറ്റ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു പല പരീക്ഷകളും ആകട്ടെ, ആ പരീക്ഷയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയോ? ഒരുപാട് കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചോദിക്കും. നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് നൂലാമാലകൾ അതിൻ്റെ ഉണ്ട്. നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് പോലും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ എക്സാം സെന്ററിൽ എത്തുമ്പോൾ എന്താണ് അവസ്ഥ? ടെററിസ്റ്റുകൾ, അതായത് നമ്മുടെ മാല വാരുന്നു, പിന്നെ കമ്മലുകൾ ഊരുന്നു, പെൺകുട്ടികളാണെങ്കിൽ ഷോളും മാറ്റുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പരീക്ഷ എഴുതി, അത്രയും സമ്മർദ്ദത്തിലൂടെയാണ് പോയി പരീക്ഷ എഴുതുന്നത്. പരീക്ഷ എഴുതി ആ സമ്മർദ്ദം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു വന്ന് പ്രഖ്യാപനം വന്നിട്ടില്ല. ഫലപ്രഖ്യാപനം മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. എക്സാമിന്റെ ആൻസർ കീ വന്നില്ല. ഇത്രത്തോളം ദിവസം കഴിഞ്ഞിട്ടാണ് ആൻസർ കീ വരുന്നത്. അവസാനം പരീക്ഷ നടത്തി 3 പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ട്, വീണ്ടും നടത്താമെന്നാണ് NTA പറയുന്നത്. ഇങ്ങനെ ഒരു സമയത്ത് എങ്ങനെയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ജാതിയും മതവും പറഞ്ഞ് അധികാരത്തിലേറുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലായ്പ്പോഴും ഇത് മാത്രം വിറ്റിട്ട് ഇവിടെ ഭരണം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയില്ല. ഇവിടെ വളർന്നു വരുന്ന ജൻസി തലമുറയും ഇവിടുത്തെ യുവാക്കളും നിങ്ങളിൽ അതൃപ്തർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ശബ്ദിക്കുന്നത്. നിങ്ങൾ അടിച്ചൊതുക്കാനും അടിച്ചമർത്താനും ഒക്കെ ശ്രമിച്ചോളൂ, പക്ഷേ ഇനിയും ഇത് നടക്കാൻ പോകുന്നില്ല. ജന്തർ മന്ദറിലെ സംഭവം ഒരു ഉദാഹരണം മാത്രമാണ്, അതൊരു തുടക്കം മാത്രമാണെന്ന് മനസ്സിലാക്കുക.
ഇവിടെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭരണം ഇപ്പോൾ തന്നെ വീണും. അതിന്റെ സൂചനകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ ഇടുക. മറ്റൊരു പ്രധാന വിഷയമായി വീണ്ടും കാണാം. നന്ദി.